Hi everyone, this is Rinsi from Grow Malayalam channel. ഇന്ന് നമ്മളൊരു ഫണ്ട് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോൺ മ്യൂച്വൽ ഫണ്ട് ഓഫർ ചെയ്യുന്ന ഒരു സ്മോൾ ക്യാപ് ഫണ്ടാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഫണ്ട് കഴിഞ്ഞ 3 വർഷത്തിൽ 46.66% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് ഇത്രയധികം റിട്ടേൺസ് നേടാൻ വേണ്ടി കഴിഞ്ഞത്? എന്താണ് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി, അതുപോലെ പോർട്ട്ഫോളിയോ കോമ്പോസിഷൻ, ആരാണ് ഫണ്ട് മാനേജേഴ്സ്, ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ വരുന്ന റിസ്ക് എന്തൊക്കെയാണ്? സോ ഈ ഒരു ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഗ്രോ മലയാളം നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പം ഇനി അങ്ങോട്ടേക്കാണെങ്കിലും നമ്മൾ ഒരുപാട് യൂസ്ഫുൾ കോണ്ടന്റ്സ് നിങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആരും അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. എന്നാലേ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈമിൽ തന്നെ കിട്ടുള്ളൂ. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട. Let's begin today's video. നമുക്ക് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ബേസിക്സ് നമുക്ക് തുടങ്ങാം. 29 ഒക്ടോബർ 1996 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ട് പ്ലാൻ ലോഞ്ച് ചെയ്ത് 1 ജാനുവരി 2013 ഇനിയിപ്പോൾ ഇവിടെയുള്ള ചോദ്യം ഇതാണ്, ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ആരാണ്? അപ്പോൾ 3 എക്സ്പേർട്സ് ആണ് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത്. അങ്കിത് പാണ്ഡെ, വാസു ഷെയ്ഗൽ, അതുപോലെ സഞ്ജീവ് ശർമ്മയും. ഇപ്പൊ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 TRIക്ക് അഗൈൻസ്റ്റ് ആണ് കോൺ സ്മോൾ ക്യാപ് ബെഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്. ഡയറക്റ്റ് ഓപ്ഷന് ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.77%. ഇനി നമുക്ക് ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റ് അതുപോലെ തന്നെ സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു സ്കീം ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടേം ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓപ്പർച്യൂണിറ്റി ആണ് നൽകുന്നത്, ഓപ്പൺ എൻഡഡ് സ്കീമിന്റെ ലിക്വിഡിറ്റിയോടെ. ഇപ്പൊ സ്മോൾ ക്യാപ് കമ്പനിയുടെ ഇക്വിറ്റി സ്റ്റോക്സിലേക്ക് മെയിൻലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവര്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഏത് കമ്പനികളിലൊക്കെയാണ് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫണ്ട് പെട്ടെന്ന് വളരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനികളെയാണ് നോക്കുന്നത്. ഇനിയിപ്പം ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ഈ ഒരു കമ്പനി നോക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവർ നോക്കുന്നില്ല. ജസ്റ്റ് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള സെക്ടേഴ്സിലേക്കാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് സെക്ടർ പ്രിഫറൻസ് ഒന്നുമില്ല. ഇനി ഒരു ഫണ്ട് എങ്ങനെയാണ് ഇത് തീരുമാനിക്കുന്നത്, ഏത് സ്റ്റോക്സ് വാങ്ങണം അല്ലെങ്കിൽ വിൽക്കണം എന്നുള്ളത്? അപ്പൊ ഇവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഏതൊരു സ്റ്റോക്സിലേക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് സൈസോ പ്രൈസോ പോപ്പുലാരിറ്റി ഒന്നും നോക്കാതെ. അപ്പൊ ഇതുവഴി നല്ല റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കോൺ മണി മാനേജേഴ്സ് VLRT ഫ്രെയിംവർക്ക് വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കും. അപ്പൊ VLRT എന്താന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഞാനത് പറഞ്ഞുതരാം. അപ്പൊ വാല്യുവേഷൻ അനലിറ്റിക്സ്, ലിക്വിഡിറ്റി അനലിറ്റിക്സ്, റിസ്ക് അപ്പറ്റൈറ്റ് അനലിറ്റിക്സ് ആൻഡ് ടൈമിംഗ് ആണ്. അപ്പോൾ വാല്യുവേഷൻ അനലിറ്റിക്സിൽ പ്രൈസ് അതുപോലെ തന്നെ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ലിക്വിഡിറ്റി അനലിറ്റിക്സിൽ പല അസറ്റ് ക്ലാസ്സിലേക്കുള്ള മണി ഫ്ലോ ആണ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ റിസ്ക് അപ്പറ്റൈറ്റിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്തിന്റെ ബേസിലാണ് ചില ആക്ഷൻസ് അതുപോലെ റിയാക്ഷൻസ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ടൈമിംഗിൽ നമ്മൾ ഈ പറഞ്ഞ 3 ഡയമെൻഷൻസ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതെന്നാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് സ്മോൾ ക്യാപ് ഫണ്ട് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലെ? അതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം കാണും അല്ലേ? ഇപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ മെയിൻലി സ്മോൾ സൈസ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ്. അതുപോലെ തന്നെ സെബിയുടെ റെഗുലേഷൻ പ്രകാരം സ്മോൾ ക്യാപ് ഫണ്ടുകൾ അവർ കുറഞ്ഞത് 65% ടോട്ടൽ അസറ്റ് സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി വരാം, എന്താണ് ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാന്നുള്ളത് അല്ലേ? ഇപ്പൊ 2017 സെബി മ്യൂച്വൽ ഫണ്ട് സ്കീം കാറ്റഗറൈസ് ചെയ്യുന്നത്, അതായത് മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഒരു യൂണിഫോമിറ്റി വേണമെന്ന് അവർ നിർബന്ധമായിരുന്നു. അപ്പോൾ ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസിൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് എന്ന് തിരിഞ്ഞു. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസിൽ 1 മുതൽ 100 വരെ റാങ്കിംഗ് ഉള്ള ലിസ്റ്റഡ് കമ്പനികളാണ് ലാർജ് ക്യാപ് കമ്പനികൾ. ഇനി 150 മുതൽ 250 റാങ്കിംഗ് വരെയുള്ള കമ്പനികളാണ് മിഡ് ക്യാപ് കമ്പനികൾ. ഇനിയിപ്പോൾ 250 ശേഷം റാങ്കിംഗ് ഉള്ള കമ്പനികളാണ് സ്മോൾ ക്യാപ് കമ്പനികൾ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി ഈ ഒരു ഫണ്ട് എത്രയാണ് സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് അതുപോലെ തന്നെ ലാർജ് ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര ക്യാഷ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ 30 നവംബർ 2023 പ്രകാരം ഈ ഒരു സ്കീം 95.33% ഇക്വിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി 4.67% ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിലേക്ക്. അപ്പോൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ടതാണ്, ഈ ഒരു സ്കീം ഇക്വിറ്റിയിലേക്ക് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബൈ ടൈം ക്യാഷ് ഹോൾഡിംഗിൽ മാറ്റമുണ്ട്. അപ്പോൾ ബൈ ടൈം എങ്ങനെയാണ് ക്യാഷ് ഹോൾഡിംഗ് മാറിയേക്കുന്നുള്ളത് നോക്കാം. കഴിഞ്ഞ 12 മാസത്തിൽ, അതായത് നവംബർ 2022 തൊട്ട് നവംബർ 2023 വരെ എങ്ങനെയാണ് കോൺ സ്മോൾ ക്യാപിന്റെ ക്യാഷ് ഹോൾഡിംഗ് എന്നുള്ളത് കാണാം. ഓരോ മാസവും അനുസരിച്ച് ക്യാഷ് ഹോൾഡിംഗ് മാറുന്നുണ്ട്, അതായത് ഫണ്ട് സ്ട്രാറ്റജി അതുപോലെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്. അപ്പോൾ ഹയസ്റ്റ് ക്യാഷ് ഹോൾഡിംഗ് മെയ് 2023 11.18%. ഏറ്റവും കുറഞ്ഞ ജൂലൈ 2023 4.24%. നവംബർ 2023 ലേറ്റസ്റ്റ് ക്യാഷ് ഹോൾഡിംഗ് വരുന്നത് 4.67%. ഓവറോൾ ഇക്വിറ്റി ഹോൾഡിംഗ് എപ്പോഴും 88% മുകളിലാണ്. ഇനി നമുക്കിപ്പോൾ ഫണ്ടിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫണ്ടിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് AUM, എക്സിറ്റ് ലോട്ട്, ബെഞ്ച് മാർക്ക് അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കാണാം. സോ ഇവിടെ എന്താണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ?
അപ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ PTR എന്ന് പറഞ്ഞാൽ ഫണ്ട് മാനേജേഴ്സ് എത്ര ഇടപെട്ടാണ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലെ ഹോൾഡിംഗ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന്റെ മെഷറാണ്. അപ്പോൾ ഇവിടെ ഫണ്ടിന്റെ PTR വരുന്നത് 151%. അതായത് ഇവിടെ ഫണ്ട് മാനേജേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് അടുപ്പിച്ച് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്സ് കൺസിസ്റ്റന്റ് ആണ്. ഇപ്പോൾ കാറ്റഗറി ആവറേജ് ടേൺ ഓവർ റേഷ്യോ 127.24%. അതായത് കഴിഞ്ഞ ഒരു വർഷത്തിൽ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫണ്ട് മാനേജേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോ അടുപ്പിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ടോപ്പ് 5 സ്റ്റോക്സ് അതുപോലെ സെക്ടേഴ്സ് ആയിരിക്കും അല്ലേ. സോ നമുക്ക് പോർട്ട്ഫോളിയോ അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ 30 നവംബർ 2023 പ്രകാരം ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിൽ 94 സ്റ്റോക്സ് ആണുള്ളത്. അതിൽ ടോപ്പ് 10 സ്റ്റോക്കുകൾ നെറ്റ് അസറ്റിലേക്ക് 33.15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നവംബർ 2023 പ്രകാരം റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഹയസ്റ്റ് വെയിറ്റേജ് ഉണ്ടായത് ഫണ്ട് പോർട്ട്ഫോളിയോയിലേക്ക് 5.88%. ഇനി മാർച്ച് 2023 പ്രകാരം ഫണ്ടിന്റെ ടോപ്പ് 5 ഹോൾഡിംഗ്സിൽ വ്യത്യാസമുണ്ട്. അതിപ്പോൾ നമുക്ക് ഹൈ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ തന്നെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2023 ഇത് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡിലേക്ക് വരുമ്പോൾ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിൽ അവരുടെ ഹോൾഡിംഗ്സ് കുറഞ്ഞിട്ടുണ്ട്. നവംബർ 2022 6.13% നിന്ന് നവംബർ 2023 3.03%. ഇപ്പോൾ BSE അതുപോലെ തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് റീസെന്റ് ആണ് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബിക്കാച്ചി ഫുഡ് ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ഹോൾഡിംഗ്സ് നവംബർ 2022 നവംബർ 2023 കുറച്ച് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫണ്ടിന്റെ ഇൻഡസ്ട്രി അലോക്കേഷൻ നമുക്ക് നോക്കാം. 2023 നവംബർ പ്രകാരം ഫണ്ടിന്റെ ടോപ്പ് 5 ഇൻഡസ്ട്രി അലോക്കേഷൻ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി 9.12%, ബാങ്ക് 6.64%, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് 6.38%, ക്യാപിറ്റൽ മാർക്കറ്റ്സ് 5.92%, അതുപോലെ തന്നെ പെട്രോളിയം പ്രൊഡക്ട്സ് 5.88%. 2023 മാർച്ചിൽ ഫണ്ടിന്റെ സെക്ടർ അലോക്കേഷൻ നോക്കിയാൽ ടോപ്പ് 5 സെക്ടേഴ്സ് സെയിം അല്ല. അത് അവരുടെ ഹൈ പോർട്ട്ഫോളിയോ റേഷ്യോ ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നവംബർ 2022 ഫണ്ടിന്റെ സെക്ടർ അലോക്കേഷൻ നോക്കിയാലും ടോപ്പ് 5 സെക്ടേഴ്സ് ഡിഫറെന്റ് ആണ്. ഇനി നമുക്ക് സ്കീമിന്റെ റിസ്കോമീറ്റർ നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള ഫണ്ടുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫണ്ട് എത്രത്തോളം റിസ്കി ആണ് എന്ന് കാണിച്ചു തരുന്നൊരു ടൂളാണിത്. ഇപ്പോൾ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് വെരി ഹൈ റിസ്ക് കാറ്റഗറിയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് കാരണം ഇവർ മെയിൻലി ഇക്വിറ്റിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇക്വിറ്റികളൊക്കെ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത നേച്ചറാണ്. അതുപോലെ തന്നെ ഇവിടെ റിട്ടേൺസ് മാറാം, അതായത് ഗ്യാരണ്ടീഡ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കണം. സോ നിങ്ങളിപ്പം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം. അതുപോലെ തന്നെ ലോങ് ടേമിലേക്കൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ്സിലെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ഒരു ഫണ്ടിന്റെ പാസ്റ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ളത്. സോ നമുക്ക് ഫണ്ടിന്റെ പാസ്റ്റ് പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട് ജാനുവരി 2013 തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സോ നിങ്ങൾ ഈ ഒരു ഫണ്ടിലേക്ക്, അതായത് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തിലേക്ക് 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അറൌണ്ട് 6,60,000 രൂപ കിട്ടിയേനെ. അപ്പോൾ സ്കീമിന്റെ പെർഫോമൻസ് നല്ലതാണ് ഇതുവരെ. ഇപ്പോൾ 18.72% ആനുവലൈസ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ ഫണ്ട് 47.01% ആനുവലൈസ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ നോക്കുന്ന ഒരു ഇൻവെസ്റ്റർക്ക് നല്ലൊരു റിട്ടേൺസ് തന്നെയാണിത്. സോ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഒരു സ്കീമിൽ നമ്മൾ എടുത്തേക്കുന്ന റിസ്കിന് ജസ്റ്റിഫൈ ചെയ്യുന്ന റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ സ്കീമിന്റെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നമ്മൾ നോക്കുന്നതിനൊപ്പം നമുക്ക് ബെഞ്ച് മാർക്ക് അഗൈൻസ്റ്റ് പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ലോങ് ടേമിൽ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കോൺ സ്മോൾ ക്യാപ് ഫണ്ട്, പക്ഷേ ഷോർട്ട് ടേമിൽ ഇല്ല. അപ്പോൾ 1 ഇയർ റിട്ടേൺസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫണ്ട് 37.93% CAGR റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിന് അഗൈൻസ്റ്റ് 38.24%. ഇനിയിപ്പോൾ 3 ഇയർ റിട്ടേൺസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 34.37%-നെതിരായിട്ട് ഫണ്ട് 44.45% CAGR റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി 5 ഇയർ റിട്ടേൺസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 22.08%-ന് അഗൈൻസ്റ്റ് ആയിട്ട് ഫണ്ട് 30.72% CAGR റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഫണ്ടിന്റെ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫണ്ട് ബോത്ത് ലോങ് ടേം അതുപോലെ ഷോർട്ട് ടേം പീരീഡിൽ കോമ്പറ്റേറ്റേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിന്റെ റാങ്കിങ് നോക്കിയാൽ 1 ഇയർ പീരീഡിൽ 7th റാങ്കിങ്, 3 ഇയർ അതുപോലെ തന്നെ 5 ഇയർ പീരീഡിൽ 1st റാങ്കിങ് പൊസിഷനാണ്. സോ ഫണ്ടിന്റെ പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ട് റിസ്ക് ഫ്രീ അല്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ നല്ലതാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മെഷർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നോക്കണം. അപ്പോൾ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന റിസ്കിന് നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് ലഭിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. സോ ഇനി നമുക്ക് മെയിൻ റേഷ്യോസ് നോക്കാം, അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് അളക്കാൻ വേണ്ടി പല റേഷ്യോസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പ്രധാനപ്പെട്ട റേഷ്യോസ് ആണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഇത് ഫണ്ട് പോർട്ട്ഫോളിയോ ടോട്ടൽ റിസ്ക് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ്. അപ്പോൾ ഇത് റിസ്ക് അസസ് ചെയ്യാവുന്ന ഒരു ടൂൾ തന്നെയാണ്.
അപ്പോൾ നമ്മുടെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് 19.73%. ഇനി അടുത്ത ബീറ്റയാണ്. അപ്പോൾ ബെഞ്ച് മാർക്ക് റിലേറ്റീവ് ആയിട്ട് ഫണ്ടിന്റെ റിസ്ക് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. ഇപ്പോൾ ബീറ്റ 1 കുറവാണെങ്കിൽ മാർക്കറ്റിനേക്കാളും ലെസ് റിസ്കി ആണെന്നാണ്. അപ്പോൾ നമ്മുടെ ഫണ്ടിന്റെ ബീറ്റ വരുന്നത് 1.06 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം മാർക്കറ്റിനേക്കാളും റിസ്കി ആണെന്നാണ്. ഇനി അടുത്ത ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ടിന്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എത്ര എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യും എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഷാർപ്പ് റേഷ്യോ എന്ന് 2.01 ആണ്. അതായത് ഒരു യൂണിറ്റ് റിസ്ക് നിങ്ങൾ എടുക്കുമ്പോൾ ഫണ്ട് 2.01 ടൈംസ് എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഫൈനലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് ഫണ്ടാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ഹയർ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ് ഈ ഒരു ഫണ്ടിനുള്ളത്. അപ്പോൾ ലോങ് ടേം അതുപോലെ ഷോർട്ട് ടേം പീരീഡിൽ കോമ്പറ്റേറ്റേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫണ്ട്. അതുപോലെ തന്നെ ലോങ് പീരീഡിൽ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ് ഇത് ഈ ഒരു ഫണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് നിങ്ങളുടെ റിസ്ക് ടോളറൻസ് നിങ്ങൾ നോക്കണം. സോ നിങ്ങൾക്ക് ഇപ്പം ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ റിസ്ക് ടോളറൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Mutual fund investments are subject to market risk. Read all scheme related documents carefully. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിൽ അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക. म्यूचुअल फंड निवेश बाजार जोखिम के अधीन है. योजना संबंधी सभी दस्तावेजों को ध्यान से पढ़ें. Mutual fund investments are subject to market risks. Read all scheme related documents carefully.